السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ശ്രോതാക്കളെ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ പരമാവധി ജീവിതത്തിൽ മനസ്സിലാക്കി അത് ഉൾക്കൊണ്ട് ജീവിതത്തെ നന്നാക്കുവാൻ ശ്രമിക്കണം എന്ന് ബോധപൂർവം എന്നോടും നിങ്ങളോടും ഉണർത്തുന്നു. നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മനസ്സിൻ്റെ പ്രവർത്തനങ്ങളുടെ വിവിധ തട്ടുകളെക്കുറിച്ചും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചുമാണ് പരാമർശിച്ചു കൊണ്ടിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട മനസ്സിൻ്റെ പ്രവർത്തനം എന്ന നിലയിൽ ഇഖ്ലാസ് എന്നതിനെക്കുറിച്ചാണ് നാം പരാമർശിച്ചു കൊണ്ടിരിക്കുന്നത്. ഇഖ്ലാസ് നമ്മൾ ഒരു കർമ്മം ചെയ്യുമ്പോഴുള്ള നമ്മുടെ മനഃശുദ്ധി, നിയ്യത്ത്, അതിനാണല്ലോ ഇഖ്ലാസ് എന്ന് പറയപ്പെടാറുള്ളത്. അത് കളങ്കരഹിതമാകുമ്പോൾ അതിലൂടെ അള്ളാഹു ഈ ഐഹിക ലോകത്ത് തന്നെ മുഖ്ലിസീങ്ങളായ പ്രവർത്തകന്മാർക്ക്, ആളുകൾക്ക് ലഭിക്കാനുള്ള ചില നന്മകൾ, നന്മയുടെ വശം ഉണർത്തുവാനാണ് ഇന്ന് ഞാൻ എൻ്റെ 9ാമത്തെ ഈ ഭാഗത്തിൽ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, നമ്മുടെ പ്രവർത്തനങ്ങൾ ഏതുമാകട്ടെ, അനുവദനീയമായ പ്രവർത്തനങ്ങളാണെങ്കിൽ പോലും അത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന ആരാധനയുടെ ഗ്രേഡിലേക്ക് ഉയരുവാൻ ഇഖ്ലാസ് എന്ന് പറയുന്നത് കാരണമാകുന്നു. ആ ഇഖ്ലാസിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കുന്നത് എന്നർത്ഥം. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അനുവദനീയമായ മുബാഹായ കാര്യങ്ങൾ പോലും അതിലൂടെ അള്ളാഹുവിൻ്റെ അടുക്കലുള്ള സാമീപ്യവും പ്രതിഫലവും അവന് ആരാധനകൾ ചെയ്യാനുള്ള പ്രേരകവുമായി ഒരാൾ മനസ്സിൽ ഉദ്ദേശിക്കുകയാണ് എങ്കിൽ നമ്മുടെ ഉറക്കവും നമ്മുടെ ഭക്ഷണവും നമ്മുടെ പാനീയവും നമ്മുടെ നടത്തങ്ങളും ഇതൊക്കെ അനുവദനീയമായ കാര്യങ്ങളാണെങ്കിലും അവയിലൊക്കെ അള്ളാഹുവിൻ്റെ പ്രതിഫലം ഉദ്ദേശിച്ചുകൊണ്ട് അവയെ പരിവർത്തിപ്പിക്കുമ്പോൾ നമുക്കതിലൂടെ പ്രതിഫലം ലഭിക്കപ്പെടുന്നു. നമ്മുടെ പൂർവികരൊക്കെ അങ്ങനെ ആയിരുന്നു. നന്മകൾ, അനുവദനീയമായ എന്ത് കാര്യങ്ങളാണെങ്കിലും അതിൽ കൂടി അള്ളാന്റെ കൂടി ആഗ്രഹിക്കുന്നവരായിരുന്നു നമ്മുടെ പൂർവികർ എന്നർത്ഥം. അപ്പോൾ നാം ചെയ്യുന്ന ഏതേത് പ്രവർത്തനങ്ങളിലും അള്ളാഹുവിൻ്റെ വജ്ഹും അവൻ്റെ പ്രതിഫലവും ആഗ്രഹിച്ചുകൊണ്ട് ആ അനുവദനീയമായ പ്രവർത്തനങ്ങളെ കൂടി ആരാധനകളിലേക്ക് പരിവർത്തിപ്പിക്കുവാൻ നമുക്ക് സാധിക്കുന്നു. അതുപോലെ തന്നെ രണ്ടാമത്, ഇഖ്ലാസിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഭൗതിക ജീവിതത്തിൽ ഇവിടെ തന്നെ ലഭിക്കാനുള്ള മറ്റൊരു മഹത്വമാണ് ഇൽഖാഉൽ ഖബൂലി ലിസ്വാഹിബിഹി ഫിൽ അർദ്. ഈ വിഷയം പരാമർശിച്ച പണ്ഡിതന്മാർ ഉണർത്തുന്നത് അവർക്ക്, മുഖ്ലിസീങ്ങളായ ആളുകൾക്ക്, നിഷ്കളങ്കമായ രീതിയിൽ കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നവർക്ക്, അവർക്ക് ജനങ്ങൾക്കിടയിൽ നല്ല സ്വീകാര്യതയുണ്ടാവുകയും മനുഷ്യ മനസ്സുകളിൽ അവർക്ക് നല്ല സ്ഥാനം ഉണ്ടാവുകയും ചെയ്യും എന്നതാണ്. ഈ വിഷയം സൂചിപ്പിച്ചുകൊണ്ട് മഹാനായ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി സൂചിപ്പിച്ചു, അള്ളാഹുവിൻ്റെ ഒരു മാറ്റമില്ലാത്ത നടപടിക്രമങ്ങളിൽ പെട്ടതാണ് ഒരാൾ അയാളുടെ പ്രവർത്തനങ്ങളിൽ ഇഖ്ലാസ് അത് കുടികൊള്ളുന്നുവെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം മറ്റു സമസൃഷ്ടികളിൽ അവർക്ക് സ്നേഹമുണ്ടാകും, അവരിലൊരു പ്രകാശം അതുപോലെ തന്നെ ഒരു മഹത്വവും ഒരു ഗാംഭീര്യവും ആളുകൾക്ക് അത്തരം മുഖ്ലിസീങ്ങളോട് ഉണ്ടാവുക തന്നെ ചെയ്യും.
അതുപോലെ അവരിലേക്ക് അത്തരം ആളുകളെയാണ് ആളുകൾ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നത് എന്ന് അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട്. അഥവാ നാം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എത്രമാത്രം ആത്മാർത്ഥധന്യമാണോ അതിനനുസരിച്ച് റബ്ബിന്റെ അടുക്കൽ അത് പരിഗണിക്കപ്പെടുകയും അതിലൂടെ നമ്മുടെ സമാദരണീയരായ മറ്റാളുകൾക്കൊക്കെ നമ്മളോട് മതിപ്പും സ്നേഹവും ഗാംഭീര്യവും ഉണ്ടാവുകയും ചെയ്യും എന്നർത്ഥം. നേരെ മറിച്ച് പ്രവർത്തനങ്ങളിൽ പ്രകടന തൽപരതയും പ്രശസ്തിയും ആണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ പതുക്കെ പതുക്കെ അത്തരം ആളുകളോട് അവന്റെ സമകാലികരായ മറ്റുള്ള ആളുകൾക്ക് വെറുപ്പും വിദ്വേഷവും അവരോട് ഒരു നിസാര മനസ്ഥിതിയും ഉടലെടുക്കുകയും ചെയ്യുമെന്നർത്ഥം. അതുകൊണ്ട് ഇഖ്ലാസോടുകൂടി വർത്തിക്കുക. അവർക്ക് മറ്റുള്ളവർക്ക് ഇവനോട് മുഖ്ലിസീങ്ങളോട് നല്ല മനസ്ഥിതി ഉണ്ടാകുന്നു. പ്രകടന തൽപരത കാണിക്കുന്ന ആളുകളോട് ആളുകൾക്ക് വെറുപ്പും വിദ്വേഷവും ഉണ്ടാവുക സ്വാഭാവികമാണ് എന്നർത്ഥം. ഈ വിഷയങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് നമ്മുടെ പൂർവീകർ ദീനിന് നടത്തിയ സേവനങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് ഒരിക്കൽ ഒരു മഹാപണ്ഡിതനായിരുന്ന ഹംദൂൻ അൽ ഖസ്വാരി ഇപ്രകാരം ഉണർത്തിയിട്ടുണ്ട്: മാ ബാലു കലാമു സലഫി അൻഫഉ മിൻ കലാമിനാ. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, നമ്മുടെ പൂർവീകരായ ആളുകളുടെ വാക്കുകൾക്ക്, അവരുടെ പറയുന്ന വാക്കുകൾക്ക് എന്തൊരു സ്വാധീനമായിരുന്നു ജനങ്ങൾക്കിടയിൽ. നമ്മുടെ വാക്കുകൾ, എത്ര വാക്കുകളും എന്തെല്ലാം നമ്മൾ ചെയ്താലും പ്രവർത്തനങ്ങൾ ചെയ്താലും പൂർവീകരായ ആളുകളുടെ പ്രവർത്തനങ്ങളെയോ വാക്കുകളെയോ സമാനമായി എടുക്കാൻ കഴിയില്ല. അത്ര സ്വാധീനം അവർക്കുണ്ടായിരുന്നു. അതിന് ഇദ്ദേഹം കാരണം പറയുന്നത് ലിഅന്നഹും തകല്ലമൂ ബിഇസ്സിൽ ഇസ്ലാം. അവർ ഇസ്ലാമിന്റെ ഇസ്സത്ത്, അതായിരുന്നു അവരുടെ ലക്ഷ്യം. അവർ സംസാരിക്കുമ്പോൾ ഇസ്ലാമിന്റെ മഹത്വവും ഇസ്ലാമിന്റെ ഇസ്സത്തിനും വേണ്ടി അവർ സംസാരിച്ചു. വനജാത്തുൻ നുഫൂസി, അതുപോലെ തന്നെ ആത്മാക്കൾക്ക് സുരക്ഷിതത്വം ഉണ്ടാകണം, പരലോകരക്ഷ കാംക്ഷിച്ചുകൊണ്ടായിരുന്നു അവർ പ്രവർത്തിച്ചിരുന്നത്. വരിദർ റഹ്മാൻ, അള്ളാഹുവിന്റെ അടുക്കലുള്ള പ്രതിഫലം അതായിരുന്നു അപ്പോഴും എപ്പോഴും അവർ കൊതിച്ചിരുന്നത്. എന്നാൽ അവരും നമ്മളും തമ്മിലുള്ള വ്യത്യാസം അദ്ദേഹം സൂചിപ്പിക്കുന്നത്, എന്നാൽ നമ്മൾ അഥവാ പിൽക്കാലക്കാരിൽ പലരും നഹ്നു നതഖല്ലമു ലിഇസ്സിൻ നഫ്സ്, നമുക്ക് നമ്മുടെ ആത്മാഭിമാനമാണ് വലുത്. നമ്മുടെ ഇസ്സത്തിന് കോട്ടം തട്ടാതിരിക്കാനും അത് പ്രശസ്തി ഉണ്ടാകുവാനും നമ്മൾ സംസാരിക്കുന്നു. വതലബുദ്ദുനിയ, ഭൗതിക ജീവിതത്തിന്റെ പളവളപ്പാണ് നാം ആഗ്രഹിക്കുന്നത്. ഐഹിക ജീവിതത്തിലെ സുഖങ്ങളെ കുറിച്ചാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. വഖബൂലുൽ ഖൽഖ്, ജനങ്ങൾക്കിടയിലൊക്കെ സ്വീകാര്യനാകണമെന്നതാണ് നമ്മുടെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ നമ്മുടെയും പൂർവികരുടെയും വാക്കുകൾക്കും പ്രവർത്തനങ്ങൾക്കും അജഗജാന്തരം വ്യത്യാസമുണ്ട്. പൂർവികരുടെ മുഖ്ലിസീങ്ങളായ അവരുടെ പ്രവർത്തനം കാരണം അവരുടെ കർമ്മങ്ങൾ സ്വീകാര്യമായി, ആളുകൾക്ക് കബൂലായി, ആളുകൾക്ക് സ്വീകാര്യന്മാരായി മാറി. നമ്മൾ നമ്മുടെ ഇസ്സത്തുൻ നഫ്സും ഭൗതിക ലാഭേച്ഛയും പ്രകടന തൽപരതയുമാണ് നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് എന്നതിനാൽ തന്നെയാണ് നമുക്ക് വേണ്ട സ്വീകാര്യത ലഭിക്കാതിരിക്കുന്നത് എന്ന് വിലയിരുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഹംബലി പണ്ഡിതനായ ഇബ്നു അഖീൽ അദ്ദേഹത്തിന്റെ ഒരു ഗ്രന്ഥത്തിൽ ഉണർത്തുന്നത്, നമ്മൾ ദരിദ്രരായ ആളുകൾക്ക് നൽകുന്ന ചില്ലിക്കാശികളാണെങ്കിലും അത് ഇഖ്ലാസോടുകൂടി നാം നിർവഹിക്കേണ്ടതാണ്. എന്തെങ്കിലും ഒരു ദീനീപരമായ കാര്യം നാം സംസാരിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ നമുക്ക്
അള്ളാഹുവിൻ്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് അവനോട് സഹായം ചോദിച്ചുകൊണ്ടായിരിക്കണം. ഹക്കിന് സഹായം ഉണ്ടാകുവാനും സത്യത്തിൻ്റെ വിജയത്തിനു വേണ്ടിയായിരിക്കണം നമ്മൾ പ്രവർത്തിക്കുന്നത്. നേരെമറിച്ച് എന്തെങ്കിലും അലങ്കാരങ്ങൾക്കും അതുപോലെ തന്നെ മോടിവാക്കുകൾക്കും ജനങ്ങളുടെ പുകഴ്ത്തലുകൾക്കും പ്രശംസകൾക്കും വേണ്ടിയാണ് നമ്മൾ വല്ലതും പ്രവർത്തിക്കുകയോ നമ്മൾ വല്ലതും ചെയ്യുകയോ ചെയ്യുന്നുവെങ്കിൽ അത്തരം കർമ്മങ്ങൾ അള്ളാഹു ഒരിക്കലും തന്നെ സ്വീകരിക്കുകയില്ല. മൂന്നാമത്, ഇഖ്ലാസിന്റെ പ്രവർത്തനത്തിലൂടെ നമുക്ക് ലഭിക്കാനിരിക്കുന്ന മറ്റൊരു പ്രത്യേകത, ബൈഅത്തുർ റിദ്വാൻ, അതിൽ പങ്കെടുത്ത സഹാബത്തിനെ കുറിച്ച് ഖുർആൻ വളരെ വ്യക്തമായി സൂചിപ്പിച്ചിട്ടുണ്ട്. അവരെ അള്ളാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ വചനത്തിന്റെ അവസാനത്തിൽ അള്ളാഹു ഉണർത്തുന്നത് ഫഅലിമ മാ ഫീ ഖുലൂബിഹിം, അവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ അള്ളാഹു കൃത്യമായി മനസ്സിലാക്കി. അപ്പോൾ ഫഅൻസല സകീന വഅസാബഹും ഫത്ഹൻ ഖരീബ, ആ മനഃശുദ്ധി കാരണം അള്ളാഹു അവർക്ക് മഹത്തായ വിജയവും അതുപോലെ തന്നെ വമ്പിച്ച സമാധാനവും അവർക്ക് നൽകുകയുണ്ടായി. ഈ സമാധാനവും തൊട്ടടുത്ത് തന്നെ വിജയവും ഉണ്ടാകുവാൻ പ്രധാന കാരണമായി ഖുർആൻ ഉണർത്തിയത് അവരുടെ മനസ്സിലുള്ള ഇഖ്ലാസ്, അവരുടെ മനസ്സിലുള്ള സത്യസന്ധത, അവരുടെ ഉദ്ദേശശുദ്ധി, അത് അല്ലാഹു മനസ്സിലാക്കി എന്നതാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഏതേത് പ്രവർത്തനങ്ങൾ അത് ചെറുതോ വലുതോ ആവട്ടെ, അതിൻ്റെ പിന്നിലുള്ള ചേതോ വികാരം ഇഖ്ലാസോടുകൂടിയായിരിക്കുക, സത്യസന്ധതായിരിക്കുക, അതുപോലെ തന്നെ റബ്ബിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് മാത്രമായിരിക്കുക. അത്തരം പ്രവർത്തനങ്ങൾക്കാണ് വമ്പിച്ച സ്വീകാര്യതയും അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ പ്രതിഫലവും ഉണ്ടാവുക. അങ്ങനെ അതിന് അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വആലിഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.